എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതിൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് തിരുവനന്തപുരം വിജിലൻസ് കോടതി. വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രിക്ക് ഇടപെടാനാകില്ലെന്ന് കോടതി അംഗീകാരം നൽകിയത് നിയമവിരുദ്ധമായി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്? നീലിമ, ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ അടക്കം വിമർശിച്ചുകൊണ്ട് ഭരണ സംവിധാനം കൈയാളുന്നവരെ മുഴുവനും വിമർശിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. 150 പേജ് വരുന്ന ആ ഉത്തരവിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ ഗുരുതര പരാമർശങ്ങൾ ഈ കോടതി പരാമർശത്തിലുണ്ടായിരിക്കുന്നു. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രിക്കുന്നത് സൂപ്പർ പവർ എന്ന തരത്തിലാണ് ഈ വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സംശയനിഴലായ ഉദ്യോഗസ്ഥനെ അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷണത്തിലെ അദൃശ്യകരങ്ങൾ പ്രവർത്തിച്ചു എന്നത് അടക്കമുള്ളവ പറയുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിവ് ശേഖരിക്കുന്നതിന് സംശയനിഴലായ ഉദ്യോഗസ്ഥന് വേണ്ടി തെളിവ് ശേഖരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. എം.ആർ. അജിത് കുമാറിന് ആ ക്ലീൻ ചിറ്റ് നൽകിയ സംഭവം അന്ന് തന്നെ വിവാദങ്ങളുണ്ടായിരുന്നു, വിമർശനങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രസ്താവനകൾ കൂടി വന്നിരിക്കുന്നത്. ഒരു വ്യക്തിയെ രക്ഷിക്കാൻ മുഴുവൻ ചട്ടങ്ങളും ഉപയോഗിച്ചു എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് അംഗീകരിച്ച ഉന്നതാധികാരി സുപ്രീം കോടതി വിധിയെയും ഭരണഘടനാ തത്വങ്ങളെയും ലംഘിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രി കൂടി ഇടപെട്ടുകൊണ്ടാണ് ഇത് നടത്തിയത്. മാത്രമല്ല ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നു എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ കോടതിയുടെ വിമർശനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല എന്നത് വേണം നമുക്കിത് മനസ്സിലാക്കേണ്ടത്. കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് മുഖ്യമന്ത്രി ഇടപെട്ടു, ഭരണഘടനാ ലംഘനം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കുവാൻ മുഖ്യമന്ത്രിക്ക് അർഹതയില്ല എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് കോടതി വിധിയിലൂടെ പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായിരുന്നു. എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് പലതവണ മുഖ്യമന്ത്രി സ്വീകരിച്ചതാണ്. ഈ കേസുകെട്ടിൻ്റെ പല സാഹചര്യങ്ങളിൽ പോലും അന്വേഷണത്തെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ ഉള്ള സമീപനങ്ങളുണ്ടായിരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതെല്ലാം അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നതാണെങ്കിൽ അത് സാധൂകരിക്കുന്ന തരത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിക്കുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രിയെ കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ കൂടിയാണ് ഈ വിമർശനങ്ങൾ ചെന്നെത്തുന്നത്. അതായത് ഭരണഘടനാ ലംഘനം നടത്തി എന്നതടക്കമുള്ള രൂക്ഷമായ കാര്യങ്ങൾ ഇത് പറയുന്നു. അതായത് ഒരു നിമിഷം പോലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്ന സാഹചര്യമുണ്ട്. കാരണം BJP അടക്കമുള്ളവർ ഇതിൽ രൂക്ഷമായ പ്രതികരണം നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തിയത് അത് മുഖ്യമന്ത്രിയാണ്. തെറ്റുകാരനായ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഴുവൻ സിസ്റ്റത്തെയും ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് വിജിലൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണോ എന്നുള്ള തരത്തിൽ പ്രതികരണങ്ങൾ പുറത്തുവരുന്നു. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് സാധ്യതയുള്ള പരാമർശങ്ങളാണ് വിജിലൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.